ഗുഡ് മോർണിംഗ്. ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. നമുക്കിന്നിവിടെ കുറച്ചധികം പരിപാടികളുണ്ട്. അമോഘയിലേക്ക് വന്ന കുറച്ച് പുതിയ സ്റ്റോക്കും അതല്ലാതെ പഴയ കുറച്ച് സ്റ്റോക്കും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ചെറിയ തിരക്ക് കാരണം ഇതൊക്കെ പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു. ഇനി ഇതൊക്കെ റെഡിയാക്കണം. ഇതെല്ലാം അമോഘയ്ക്ക് പുതിയ സാമ്പിൾ അടിക്കാൻ വേണ്ടി വാങ്ങി വെച്ച മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന പുതിയ ഡിസൈൻസ് പെട്ടെന്ന് തന്നെ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ കുറേ ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മളിതെല്ലാം ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാരീസും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചു. കുറച്ച് റീസ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ വന്ന ഡിസൈൻസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതെല്ലാം മാറ്റി വെക്കാൻ. പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ മുൻപ് വന്ന ഒരു സ്റ്റോക്കിൽ ഞാൻ പണ്ട് എടുത്ത് വെച്ച ഒരു സാരി എനിക്ക് കിട്ടി. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻ ആയിരുന്നു. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്ത് വെച്ചതായിരുന്നു. എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് നമുക്കിതിൻ്റെ പെട്ടെന്നൊരു ബ്ലൗസൊക്കെ സെറ്റാക്കി എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കാം. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ടി വിയും കണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു കൊറിയർ വന്നിട്ടുള്ളത്. ലാസ്റ്റ് വീക്ക് നമ്മൾ കാലിക്കറ്റിലുള്ള ഗോകുലം മോളിൽ പോയ സമയത്ത് അവിടെ ഒരു ഷൂ കണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. പക്ഷേ അവർക്ക് അതിൻ്റെ ഫ്രഷ് പീസ് ഉണ്ടായിരുന്നില്ല. സോ അതിൻ്റെ ഫ്രഷ് പീസ് അവർ നമുക്ക് വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് ഈ ഷൂസ് ഭയങ്കര ഇഷ്ടമായി, ഇട്ടിട്ടും നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് പോകാനുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ ബീട്രൂട്ട് ലിപ് ബാം ആണ് കേട്ടോ. ഇത് ലിപ് ബാം ആയിട്ട് അത്ര പൊളിയൊന്നും അല്ലെങ്കിലും ഇത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡ്യൂയി ഫിനിഷ് തരും കേട്ടോ. നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ ടൈം ഈ കളർ ലാസ്റ്റ് ചെയ്യും. ലിപ് ബാം ആണെങ്കിലും ഞാനിത് കൂടുതലും യൂസ് ചെയ്യുന്നത് ബ്ലഷായിട്ടാണ്. അങ്ങനെ ലൈറ്റായിട്ടുള്ള മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമുക്ക് പോവാം. വേറെ എവിടേക്കുമല്ല, അമ്മയ്ക്കൊരു കണ്ണട വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പോണത്. ഇവിടെ എത്തി നമ്മൾ 2-3 ഗ്ലാസ്സസൊക്കെ ഇട്ട് നോക്കി. അതിൽ ഇഷ്ടമായ ഒരെണ്ണം ഫൈനലൈസ് ചെയ്ത് അവിടെ ഓർഡർ കൊടുത്ത് പോകുന്നു കേട്ടോ. വീട്ടിലെത്തിപ്പാടും ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. അത്യാവശ്യം ലാവിഷായിട്ട് തന്നെ ഫുഡും കഴിച്ചു. ഈവനിങ് ആയപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് സച്ചേട്ടൻ വന്നു. അപ്പം ഞാൻ ആളുടെ കൂടെ നേരെ ആളുടെ ഷോപ്പിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് എനിക്കൊരു ഗൂഗിൾ മീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാറിൽ നിന്ന് തന്നെ അങ്ങ് അറ്റൻഡ് ചെയ്തു. ഇനിയിപ്പോൾ വേറെ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.